ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലുമായ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചെലവുകൾക്ക് ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് 3.5 കോടി അനുവദിച്ച് KN ബാലഗോപാൽ. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ട്രഷറി നിയന്ത്രണം. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചതിനാൽ 3.5 കോടിയും ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സൺ ഏവിയേഷന് ഉടൻ ലഭിക്കും. ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ ജൂൺ മാസത്തിൽ 2.4 കോടി രൂപയും അനുവദിച്ചിരുന്നു. ജൂൺ 20 മുതൽ ഒക്ടോബർ 19 വരെയുള്ള 4 മാസത്തെ ഹെലികോപ്റ്റർ വാടകയാണ് അനുവദിച്ചത്. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക. 4 മാസത്തെ വാടക ആവശ്യപ്പെട്ട് ജൂൺ 20-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ് മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപയുമാണ് ഹെലികോപ്റ്റർ വാടക. സാമ്പത്തിക പ്രയാസത്തിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മാവോയിസ്റ്റ് നിരീക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് എന്നാണ് അന്ന് അധികൃതർ നൽകിയ വിശദീകരണം. ഏതായാലും 5 പൈസ പെൻഷനോ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ചെലവാക്കാനില്ലാത്തപ്പോഴും മുഖ്യമന്ത്രിക്ക് മാസാമാസം ഹെലികോപ്റ്റർ വാടക കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇവിടെയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കിടെ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുകയും ചെയ്യും. പിണറായി വിജയൻ ആവശ്യമുണ്ടെങ്കിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുകയും ആവശ്യമില്ലെങ്കിൽ ട്രഷറിയിൽ നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. മുഖ്യമന്ത്രി ഇപ്പോൾ എയറിൽ തന്നെയാണ്, വീണ്ടും പറക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്.